നമുക്ക് വിഷുവിന് ഒരു സ്കേർട്ടും ബ്ലൗസും തയ്ച്ചാലോ? ഞാൻ തയ്ച്ചു കഴിഞ്ഞു, അപ്പോഴാണ് ഓർത്തതൊന്ന് വീഡിയോ ഇടണമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും അളവുകളും അത് ചെയ്യുന്ന രീതിയൊക്കെ പറഞ്ഞുതരാം. അതായത് ഞാൻ ക്രോപ്പ് ടോപ്പും ഒരു പാനൽ സ്കേർട്ടുമാണ് തയ്ച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഷോർട്ട് ടോപ്പിന് അതിൻ്റെ ഷോർട്ട് ടോപ്പ് എന്ന് വെച്ചാൽ ക്രോപ്പ് ടോപ്പാണ്. അതായത് കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ അതാണല്ലോ നല്ലത്. അപ്പം ഞാൻ ആദ്യം ബാക്കാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്രോപ്പ് ടോപ്പിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 11 ഇഞ്ചാണ് കേട്ടോ. 10 ഇഞ്ച്, 10ന്റെ കൂടെ 1 ഇഞ്ച് കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം. 1ഓ 2ഓ നിങ്ങൾക്ക് കൂട്ടാം. പിന്നെ അതുപോലെ തന്നെ ആ ലെങ്തിന്റെ ഇവിടെ വരുന്ന, അതായത് നമ്മൾ ഈ ലെങ്ത് എടുത്തു, ലെങ്തിന്റെ ഇവിടെ വരുന്ന റൗണ്ട് എന്ന് പറയുന്നത് 22 ആണ്. അതിന്റെ കൂടെ ഞാൻ 6 ഇഞ്ചാണ് ലൂസ് കൂട്ടിയേക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിനെ അപ്പോൾ 28 കിട്ടി, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു 7 ആണ്. ജസ്റ്റ് 25 ആണ്. അതിന്റെ കൂടെ ഞാൻ 6 കൂട്ടിയിട്ടുണ്ട്. അപ്പം 31 ഡിവൈഡ് ബൈ 4 കണ്ടിട്ട് അത് ഇടുക. 7.25 എടുത്തേക്കണ. വേസ്റ്റ് ലെങ്ത്, വേസ്റ്റ് റൗണ്ട്, ഷോൾഡർ. പിന്നെ ഇതിന്റെ ബോട്ട് നെക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ ബോട്ട് നെക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫുൾ ഷോൾഡർ ആണ് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഷോൾഡർ എന്ന് പറയുന്നത് പിന്നെ വന്നേക്കുന്നത് 12 ഇഞ്ചാണ്. 12 എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ഷോൾഡർ തന്നെ എടുക്കണം. അതായത് 6 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത് കേട്ടോ. 6 ഇഞ്ച്. അപ്പൊ 6 ഇഞ്ച് ഷോൾഡർ എടുക്കുക. ഷോൾഡർ ആദ്യം എടുത്തിട്ടു, 6 ഇഞ്ച് എടുത്തു. ഓക്കെ. ലെങ്ത് വരുന്നത് ക്രോപ്പ് ടോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. 11 എടുത്തു. കറക്റ്റ് 10 ആണ് വരേണ്ടത്, നമ്മൾ 11 എടുത്തു. 11 എടുത്തതിന് ശേഷം അതിന്റെ റൗണ്ട്, അതായത് നമുക്ക് ആ അളവെന്ന് പറയുന്നത് അതിൽ ക്രോപ്പ് ടോപ്പിന്റെ ലെങ്തിന്റെ അവിടെ വരുന്ന റൗണ്ട് 22 ആണ്. പക്ഷെ ചെസ്റ്റ് എന്ന് പറയുന്നത് 25 ആണ്. അപ്പൊ നമുക്ക് 25ന്റെ കൂടെ 6 കൂട്ടുമ്പോൾ 31 ആണ് വരുന്നത്. അപ്പൊ 31 ഇഞ്ച് വീതിയിലും 11 ഇഞ്ച് നീളത്തിലും ഒരു പീസ് എടുക്കുക. എടുത്തതിന് ശേഷം അതിനെ മടക്കുക. മടക്കുക എന്ന് വെച്ചാൽ അതിനെ നമ്മൾ 4ആയിട്ടാണ് മടക്കുന്നത്. മടക്കുമ്പോൾ അതിനാണ് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. നീളത്തിനെ മടക്കണം, വീതിയെ മടക്കണം. ഓക്കെ. അതായത് നമ്മളൊരു തുണി എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതിപ്പോ 2 പീസാണ്. ഈ പീസിനെ നമ്മൾ ഒന്നുകൂടെ മടക്കിയിട്ടു. ഇങ്ങനെയാണ് മടക്കേണ്ടത് കേട്ടോ. അപ്പൊ അതിനെ നമ്മൾ മടക്കി വെച്ചേക്കാണ്. അതിനെ ഫോൾഡ് കാണിച്ചിട്ട് ഷോൾഡർ എടുത്തു. ഷോൾഡർ നമ്മൾ എടുക്കുന്നത്, ഇതിന്റെ ഷോൾഡർ വരുന്നത് 12 ഇഞ്ച് ആയതുകൊണ്ട് ഞാൻ 6 തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, 6. അതല്ല നിങ്ങൾക്ക് ഷോൾഡർ ഇത്തിരി കൂടെ ഇറങ്ങി കിടക്കണമെങ്കിൽ, ഓഫ് ഷോൾഡർ പോലെ കുറച്ച് ഇറങ്ങി കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫുള്ള് അളവ് തന്നെ എടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ, അതായത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. കുട്ടികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് തയ്ക്കാനാണെങ്കിൽ, അല്ലെ കസ്റ്റമർ കൊണ്ടുവരുന്നതാണെങ്കിൽ അതുപോലെ. അപ്പൊ 6 ഇഞ്ചാണ് എടുത്തേക്കണത്. ഈ 6 തന്നെയാണ് ഞാൻ താഴേക്ക് ആം ഹോളും കൊടുത്തേക്കുന്നത് കേട്ടോ. കഴുത്തകലം എടുത്തേക്കുന്നത് ബോട്ട് നെക്കാണ്. ബോട്ട് നെക്ക് എടുക്കുമ്പോൾ നമുക്ക് ചെസ്റ്റ് എത്ര ആണോ, ചെസ്റ്റിന്റെ 12 നമ്മൾ, 6 ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 ആണ് കഴുത്ത് അകലം എടുക്കുന്നത് കേട്ടോ. ചെസ്റ്റ് ഡിവൈഡ് ബൈ 6. ചെസ്റ്റ് എന്ന് പറയുന്നത് 25 ആണ്. അപ്പോ 25നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? നമുക്ക് എടുക്കേണ്ടത് കഴുത്തകലമാണ് കേട്ടോ. ആറ് 4 24 വരുന്നത്. അപ്പൊ നമുക്ക് 4 വരെ. അപ്പൊ നിങ്ങൾ ഈ ഓരോന്ന് എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, നമുക്കിപ്പോ 4 ഇഞ്ച് കഴുത്തകലം എടുക്കാം. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. 6 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വന്നേക്കുന്നത്. 4 ഇഞ്ച് കഴുത്തകലം എടുത്താൽ അതിന്റെ ഇറക്കം വരുന്നത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12 ആണ് കേട്ടോ. അപ്പൊ അത് തന്നെ എടുക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ എടുക്കുന്നെങ്കിൽ നമ്മളുടെ ഈ അളവുകൾക്ക് വ്യത്യാസം വരുത്തണം. കുഞ്ഞുങ്ങളുടെ ആ ബോഡി 12 ഇഞ്ച് ഷോൾഡർ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഷോൾഡർ നോക്കണം, ഇടുങ്ങിയതാണോ, അല്ലെങ്കിൽ ഇങ്ങനെ പല രീതിയിലുള്ള കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടിയാല്, 4.25 കിട്ടും, അല്ല 4 കിട്ടിയാൽ ആ കിട്ടുന്ന അളവ് തന്നെ ആ കുട്ടിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അല്ലെങ്കിൽ 3.5 എടുത്താലും മതി കേട്ടോ. ഇറക്കം വരുന്നത് 2 ഇഞ്ച് ഇറക്കം കൊടുക്കാം. ഓക്കെ. അപ്പൊ എടുക്കുന്നതിന്റെ ആ മെഷർമെന്റ് ആണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത്. ആളുകളെ നോക്കി വേണം നമ്മൾ എപ്പോഴും അതിന്റെ അളവുകൾ നിശ്ചയിക്കാൻ കേട്ടോ. അപ്പൊ ഞാൻ കഴുത്തകലം കൊടുത്തു, 4 കൊടുത്തു. ഇറക്കം ഞാൻ 2 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. ഫ്രണ്ടിനും ബാക്കിനും അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. ഫ്രണ്ട് നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കും. അപ്പൊ നമ്മൾ ഒന്നിച്ചാണ് തുണി ഇട്ടേക്കുന്നതെങ്കിലും ഞാൻ
ബാക്ക് ഞാൻ പീസ് വേറൊരു രീതിയിൽ എടുത്തേക്കാണ്. അപ്പൊ അതുകൊണ്ട് അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ബാക്ക് ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ കാണിക്കുകയാണ്. ബാക്ക് നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ആം ഹോൾ കൊടുത്തു, അതും കൊടുത്തു, ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിൽ ഒരു 2 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതുണ്ടോ ഇവിടുന്ന് 5 ഇഞ്ച് എടുത്തു. 5 ഇഞ്ച് എടുത്തിട്ട് ഇവിടുന്ന് ഒരു 4 ഇഞ്ച്, 4 4.5 നിങ്ങൾക്ക് ആ വൈഡ് എത്ര വേണോ അതിനനുസരിച്ച് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തു. കണ്ടോ? ഈ ഷേപ്പ് കൊടുത്തിട്ട് നിങ്ങൾ തയ്ച്ചതിന് ശേഷം ഓപ്പൺ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇതാ കണ്ടോ, ഇതാണ് ചെയ്തേക്കണത്. നോക്കിയേ, കണ്ടോ? ഇതിൽ ഞാൻ ബോ വെച്ച് കൊടുത്തേക്കാണ്. ഇതിലാണ് ഹുക്ക് കൊടുത്തേക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ മോളിൽ ഓപ്പൺ ആണ് കൊടുത്തേക്കുന്നത്. കണ്ടോ? ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വരച്ച് കാണിച്ചത്. ഇതും ഓപ്പൺ ആണ്, ഇത് ബാക്കാണ്. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? കണ്ടല്ലോ? ഇതാ ഇങ്ങനെ. അപ്പോ ഇത് നമ്മൾ തയ്ച്ചതിന് ശേഷം സ്റ്റിഫിലെടുത്ത് അടിച്ചു കൊടുത്തേക്കാണ്. കണ്ടോ? അപ്പൊ സ്റ്റിഫിലെടുത്ത് നിങ്ങൾ അടിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമുക്ക് എളുപ്പമായിരിക്കും. അല്ലാതെ ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ വരും. ഇത് ബാക്കാണ്. കണ്ടോ? അപ്പൊ ബാക്കും നമ്മൾ കണ്ടു, ഫ്രണ്ടും കണ്ടു. ഇത് 2 സെപ്പറേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത് കണ്ടോ. എന്നിട്ട് ക്രോസ് പീസ് വെച്ച് കൈയുടെ ഇവിടൊക്കെ ക്രോസ് പീസ് വെച്ചു. ഫ്രണ്ടില് അതുപോലെ ബാക്കും ഒക്കെ അടിച്ചു. ഇവിടെ ഒരു ബോ കൊടുത്തിട്ട് ഒരു ബോയാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ കൊടുത്തേക്കുന്നത് കണ്ടോ. ഇതാണ് ക്രോപ്പ് ടോപ്പ്. കണ്ടോ? ഇനി ഞാൻ സ്കേർട്ട് പറയാം. ക്രോപ്പ് ടോപ്പിന്റെ ഫ്രണ്ട് കണ്ടല്ലോ. ഇതാണ് ഫ്രണ്ട്, ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. അപ്പൊ വിഷു സ്പെഷ്യലാണ്. ഇത് അമ്മയ്ക്കൊരു ടോപ്പ് തയ്ച്ചതിന്റെ ബാക്കി തുണിയാണ് കേട്ടോ ഇത്. അതുകൂടെ പറയണം. അമ്മയുടെ ടോപ്പിന്റെ ബാലൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്കേർട്ടും എടുത്തേക്കുന്നത് അമ്മയുടെ ചുരിദാറിന്റെ സ്കേർട്ടിന്റെ ബാലൻസ് തുണിയാണ്. അതും പാനൽ സ്കേർട്ട് അടിച്ചതാണ്. അതിന്റെ ബാലൻസ് തുണി വെച്ചാണ് ഇതും ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ഈ ചെയ്യാൻ കൊടുക്കുന്നവർക്കും തുണിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരിടത്ത് തയ്ക്കാൻ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോഴോ കേട്ടോ. ഇത് അതിന്റെ ബാലൻസ് ആണ്. അപ്പൊ നമ്മൾ ക്രോപ്പ് ടോപ്പ് ഒരെണ്ണം തയ്ച്ചു, നല്ല ഭംഗിയിൽ ഒരെണ്ണം തയ്ച്ചു കഴിഞ്ഞു. അടുത്തത് ആ ബാലൻസിലാണ് സ്കേർട്ട് പാനൽ സ്കേർട്ട് ചെയ്തേക്കുന്ന കഷ്ണം പീസുകൾ വെച്ചിട്ട് അത് കട്ട് ചെയ്തപ്പോൾ കാണിക്കാൻ മറന്നുപോയതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അരവണ്ണം എന്ന് പറയുന്നത് നമുക്ക് 33 23 അരവണ്ണം. അപ്പൊ അരവണ്ണം അനുസരിച്ചിട്ട് ഉള്ള പീസുകളെ ഞാൻ കട്ട് ചെയ്ത് ഇത് എടുത്തേക്കാണ് കേട്ടോ. നിങ്ങൾക്കും അതുപോലെ ചെയ്യാം. ഉള്ള പീസുകളെ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇത് 9 ഇപ്പൊ സാധാരണ നമ്മൾ ഇരട്ട സംഖ്യകളിലാണ് പാനൽ എടുക്കുന്നത്. ഇത് 9 പീസാണ് കേട്ടോ. 9 പീസിലാണ് ഈ പാനൽ ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അരവണ്ണം ബേസ് ചെയ്തിട്ട് താഴേക്ക് ഉള്ള പീസ് ഉള്ളതുപോലെ കട്ട് ചെയ്തെടുത്തേക്ക. കണ്ടോ? നിങ്ങൾക്കും അത് ചെയ്യാം. അപ്പൊ അമ്മയ്ക്കും മോക്കുമായില്ലേ? അപ്പൊ നിങ്ങൾക്കും അതുപോലെ ചെയ്തു കൊടുക്കാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും ചെയ്തു എടുക്കാം. ബിഗിനേഴ്സിനാണെങ്കിൽ ചെയ്തു എടുക്കാം. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാനൽ ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ എപ്പോഴും നമുക്ക് പാനൽ അരവണ്ണം ആയിരിക്കണം കറക്റ്റ് ആയിട്ട് വരേണ്ടത്. താഴോട്ടുള്ളത് ഫ്ലെയർ കൂടിയാലും നല്ലതാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഫ്ലെയർ എടുക്കാതെ മറ്റേ ഷേപ്പിന് എടുക്കുന്ന രീതിയിൽ, ഇപ്പൊ അങ്ങനല്ല എടുത്തേക്കുന്നത്. നല്ല ഫ്ലെയറിലാണ്, ഉള്ള ഫ്ലെയർ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ. ഒരു പീസിന് ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട്. അതായത് ഒരു 11 ഇഞ്ചോളം വരുന്നുണ്ട് താഴെ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നല്ല ഫ്ലെയർ കിട്ടും. അതിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ എടുക്കാം. എനിക്ക് ഫ്ലെയർ എടുക്കുന്നത് അറിയാവുന്ന അറിയില്ല. ഫ്ലെയർ എടുക്കുന്നത് നമ്മൾ എത്ര ഫ്ലെയർ ആണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 10 എടുക്കും, 12 എടുക്കും. അതായത് പാനല് എത്ര പാനലാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ അരവണ്ണം എത്ര ആണെന്ന് നോക്കുക. അരവണ്ണം ഇപ്പോ ഇതിന്റെ അരവണ്ണം എന്ന് പറയുന്നത്, കുട്ടിയുടെ അരവണ്ണം എന്ന് പറയുന്നത് 23 23. ഓക്കെ. ലെങ്ത് വരുന്നത് 30. അപ്പൊ നമ്മൾ ഈ പാനൽ സ്കേർട്ട് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ പട്ടയ്ക്കുള്ള 2 ഇഞ്ച് മാറ്റും, അത് കിടക്കട്ടെ. പക്ഷെ പാനൽ ചെയ്യുമ്പോൾ വീണ്ടും ഒരു 3 ഇഞ്ചെങ്കിലും നമ്മൾ കൂട്ടി കൊടുക്കണം ഇറക്കം. കാരണം 2 ഇഞ്ച് പട്ടയിൽ നമ്മൾ മൈനസ് ചെയ്യണം, അത് വേറെ കാര്യം. പക്ഷെ 3 ഇഞ്ചെങ്കിലും കൂട്ടി 33 ഞാൻ എടുക്കും. എടുത്തതിന് ശേഷം ഷേപ്പ് ചെയ്യാൻ കാണും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ 23 അരവണ്ണം ഉണ്ട്.
ലെങ്ത് 33 എടുത്തേക്കുന്നത്. തുണി ഉള്ളതുപോലെ നിങ്ങൾക്ക് എടുക്കാൻ ഇറക്കം കുറവാണെങ്കിൽ 2 ഇഞ്ച് എടുത്താലും മതി കേട്ടോ. അപ്പൊ ഈ 23ന്റെ കൂടെ അപ്പൊ നമ്മൾ ഈ പാനൽ എടുക്കുമ്പോൾ എത്ര പാനലാണോ എടുക്കുന്നത് ഉദ്ദേശിക്കുന്നത് ആ പാനൽ കൊണ്ട് 23നെ ഡിവൈഡ് ചെയ്യണം. നമ്മൾ എടുക്കുന്ന പാനൽ എത്രയാണ്? ഇപ്പൊ 8 ആണെങ്കിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 6 ആണെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പിന്നെ 12 ആണെങ്കിൽ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതും എന്നിട്ട് അതിന്റെ ഇരട്ടിയായിട്ടാണ് താഴെ വരേണ്ടത് കേട്ടോ. അതായത് നമ്മളിപ്പോ 24 എടുത്തേക്കുന്നത് അല്ലെ, 24 അരവണ്ണം എന്ന് വിചാരിക്കുക. അപ്പോ 24 ആകുമ്പോ 12 എടുക്കുമ്പോൾ നമുക്ക് 2 ഇഞ്ചാണ് അരവണ്ണം വരുന്നത്, മുകളിൽ വരുന്നത്. അപ്പൊ താഴെ വരുന്നത് അതിന്റെ ഇരട്ടിയായിട്ടാണ് വരുന്നത്. ഈ ഇരട്ടി വരുമ്പോൾ നമ്മൾ അത് മടക്കുന്നതിന് പ്രത്യേകതയുണ്ട്. നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് വേണം അത് മടക്കിയെടുക്കാൻ. 2 ഇഞ്ച് മുകളിലും താഴെ 4 ഇഞ്ചും എടുക്കും. അതല്ല നിങ്ങൾക്ക് 4 കൂടുതൽ ഫ്ലെയർ വേണമെങ്കിൽ 4 കൂടുതൽ എടുക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ പീസ് എടുത്തിട്ടിട്ട് ഇവിടെ 2 എടുത്തു, മടക്കി ഇടുമ്പോൾ നമുക്ക് 1 മതി. മനസ്സിലായി? ഇവിടെ ഫോൾഡ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഫോൾഡ് ചെയ്തിട്ട ഈ 2 കിട്ടുമ്പോൾ മടക്കുമ്പോൾ 1 മതി. അതുപോലെ ഇവിടെ 2 3 അപ്പൊ നിങ്ങളുടെ തുണിയുടെ അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ കൊടുത്ത അപ്പൊ നമുക്ക് പാനൽ സ്കേർട്ട് പെട്ടെന്ന്, ഇപ്പൊ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുമല്ലേ, നിവർത്തി എടുക്കുമ്പോൾ നമുക്ക് അത് വെച്ച് തന്നെ കട്ട് ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ സ്കേർട്ട് ഇതുള്ള തുണിയിൽ ചെയ്തേക്കാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള തുണി ഇതിനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് ചെയ്തേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വിഷുവിന് കുഞ്ഞുങ്ങൾക്ക് തയ്ക്കാനായി ഉള്ള തുണി കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനായി ഇത്. ഈ പാനൽ സ്കേർട്ട് എന്ന് പറയുന്ന ഫുൾ സ്കേർട്ട് ചെയ്യണമെന്നില്ല, ഹാഫ് സ്കേർട്ട് ആയാലും ചെയ്യാം. 2 കളറിലോ 3 കളറിലോ ഒക്കെ ചേർത്തിട്ട് കുട്ടികൾക്ക് ചെയ്തു കൊടുത്താൽ അവർക്കും അത് സന്തോഷമാവും, നമുക്ക് സന്തോഷമാണ്. ഓക്കെ, ബൈ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു.